السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സ്നേഹനിധികളായ ബഹുമാനികളായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സദസ്സ് ദുആഇന് ഉത്തരമുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഇന്ന് ഈ അടുത്ത സമയങ്ങളിലായി മരിച്ചുപോയവർ, നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവർ, അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. മാരകങ്ങളായ സുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു കാവൽ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ശഅബാനിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുവാനും ശുദ്ധ റമളാനിനെ സ്വീകരിച്ച് പുണ്യം നേടാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ശുദ്ധ റമളാനിന്റെ തൊട്ട് മുമ്പത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം അഹ്ലൻ റമളാൻ, റമളാനെ നിനക്ക് സ്വാഗതം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമളാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സ്വഹാബത്തിനെ വിളിച്ചു ചേർത്ത്, നിങ്ങൾക്കിതാ ഖദ് അഹല്ലക്കും ഷഹറുൻ, പുണ്യമായ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് റമളാനിന്റെ മഹത്വങ്ങളും റമളാനിന്റെ പ്രത്യേകതകളും സ്വഹാബത്തിന് നിവേദനങ്ങൾ വിവരിച്ചു കൊടുത്തത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. റമളാൻ വരുന്നതിന്റെ മുമ്പ് ഒരു ഉണർത്തൽ, റമളാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചു തരണമേ എന്നും, ശുദ്ധ റമളാൻ കഴിഞ്ഞ് 6 മാസക്കാലത്തോളം അല്ലാഹുവേ റമളാനിൽ ഞങ്ങൾ ചെയ്തതിനെ സ്വീകരിക്കണമേ എന്നും ദുആ ചെയ്യുമായിരുന്നു എന്ന് പരിശുദ്ധ ഉലമാ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത് സത്യവിശ്വാസിയുടെ ഒരു ലക്ഷണമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ശുദ്ധമായ റമളാൻ വന്നു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരാണ് മദീനയിലെ പള്ളികൾ മുഴുവനും വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു. മസ്ജിദ് നബവിയും മസ്ജിദ് ഖുബായും മദീനത്തുള്ള മറ്റു പള്ളികളെല്ലാം വിളക്കുകളെ കൊണ്ട് സജീവമാക്കി അലങ്കരിച്ചു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അത് മാത്രമല്ല, പള്ളികളിൽ എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫകാന അവ്വല മൻ അദ്ഖല ഇനാറത്തൽ മസാജിദ്, ആദ്യമായി പള്ളികൾ വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കണം എന്ന് ആദ്യമായി ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. തറാവീഹ് നിസ്കാരത്തിനും ജനങ്ങളെ ഒരുമിച്ച് ചേർത്തതും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവർ വിളക്കുകൾ കത്തിച്ചു എന്ന് മാത്രമല്ല, ഹൃദയങ്ങളുടെ വിളക്കുകളായി വിശുദ്ധ ഖുർആൻ ഓതാനും കൽപ്പിച്ചു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്നു.
റമദാൻ ആയിരിക്കുന്നു പള്ളികളിലൊക്കെ മനോഹരമായ വിളക്കുകൾ, വെറും വെളിച്ചത്തിനല്ല, അലങ്കാരത്തിന്റെ വിളക്കുകൾ. നമുക്ക് കാണാൻ പറ്റും അറബ് രാജ്യങ്ങളിലൊക്കെ അതൊരു പൊതു കാഴ്ചയാണ്. റമദാൻ ആകുമ്പോൾ വിളക്കുകളെ കൊണ്ട് പള്ളികളും പരിസരങ്ങളും ഒക്കെ അലങ്കരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഖറജ അലി ഇബ്നു അബി ത്വാലിബ് ഫി അവ്വൽ ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിലെ ആദ്യത്തെ രാത്രി അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോൾ വൽ ഖനാദീലു തസ്ഹർ, വിളക്കുകളെല്ലാം ശോഭിച്ചു നിൽക്കുകയാണ്. വ കിതാബുല്ലാഹി യുത്ലാ ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല. ശരിയാണ്, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. ആരാ വീക്ഷിക്കുന്നത്? ഇൽമിന്റെ നഗരത്തിനൊരു കവാടമുണ്ടെങ്കിൽ ആ നഗരം നബി തങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ, ഈ വിഷയം കാണുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഒരു നന്മ നടക്കുകയാണ്, ഉടനെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബിദ്അത്തും ശിർക്കും കുഫ്റും ഒക്കെ ആരോപിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളക്കുകൾ അലങ്കരിച്ച ഈ കാഴ്ച കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? നവ്വറല്ലാഹു ലക യാ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നിങ്ങളുടെ ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരട്ടെ. കമാ നവ്വറത മസാജിദല്ലാഹി ബിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അലങ്കരിക്കുകയും അവിടെ ഖുർആൻ സജീവമായി ഓതാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ഖബറിന് അല്ലാഹു പ്രകാശം തരട്ടെ എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കൊടുത്തു. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ റമദാൻ ഒരുങ്ങൽ അത്യാവശ്യമാണ്. സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു വേലക്കാരി പെണ്ണ്, ഒരു അടിമ സ്ത്രീയെ കച്ചവടം ചെയ്തു. അവളെ മറ്റൊരു കൂട്ടർ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ അവരുടെ പുതിയ മാസ്റ്റേഴ്സിന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ റമദാനിന് വേണ്ടി ഒരുങ്ങുന്നത് കണ്ടു. നമ്മളൊക്കെ ഒരുങ്ങുന്ന പോലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത് കണ്ടപ്പോ അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഒരുങ്ങുന്നത്? കൂട്ടുകാരോട്. ഈ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു, നസ്തഇദു റമദാൻ, ഞങ്ങൾ റമദാനിന് ഒരുങ്ങുകയാണ്. റമദാൻ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ അരിയും മറ്റു മസാലകൾ പൊടികളൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്ന് തോന്നിപ്പോവോ? സത്യത്തിൽ പട്ടിണി കിടക്കേണ്ട മാസമാണ്, ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്ന് തോന്നുന്നു. ഉലമാ പറയാറുണ്ട്, പെണ്ണുങ്ങൾ അധിക സമയവും മത്ബഖുകളിൽ സമയം ചെലവഴിക്കരുത് എന്ന്. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ കാലം നോക്കി കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പെണ്ണുങ്ങൾ കുഴങ്ങാണ്. ദുഹർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓതാൻ പറ്റൂല. ദുഹർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇബാദത്തിന് സമയമില്ല. ഭക്ഷണം, പലഹാരങ്ങളും അതും ഇതും റമദാനിന്റെ വിഭവങ്ങൾ ഒരുക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ മുഴുവൻ സമയവും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ചെയ്തുകൂടുന്ന. അപ്പോ ഈ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ റമദാനിൽ മാത്രമേ നോമ്പ് നോൽക്കാറുള്ളൂ? ഞാൻ ജോലി ചെയ്തിരുന്ന എന്റെ പഴയ അർബാക്കന്മാരൊക്കെ അവർക്ക് കാലം മുഴുവനും റമദാനായിരുന്നു. അവർ സ്ഥിരം നോമ്പ് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ റമദാനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരുക്കം കണ്ടു നോക്കുമ്പോ? നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞാൽ നോമ്പില്ലയോ? നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കാറില്ലേ? നിങ്ങൾ ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് എന്ന് ആ പെണ്ണവരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, റുദ്ദൂനി, എന്നൊന്ന് മടക്കി തരുമോ അലൈഹിം, ഞാൻ എന്റെ പഴയ ആ വീട്ടുകാരുടെ കൂടെ തന്നെ പോകാം, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു വേലക്കാരി പെണ്ണ് റമദാനിനോടുള്ള മഹത്വവും നോമ്പിന്റെ പരിശുദ്ധിയും മനസ്സിലാക്കി അവരുടെ യജമാനന്മാർ ഉപദേശിച്ചത് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ റമദാൻ ഒരുങ്ങുന്നു. നമ്മൾ ഖൽബുമായി വളരെ നല്ല ഹൃദയവുമായി നമ്മൾ ഒരുങ്ങുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ വിശുദ്ധ റമദാനിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങൾ പേടിക്കുമായിരുന്നു അന്നസ്തഖ്ബില റമദാൻ, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ما كان أحدنا يجرؤ أن يستقبل الهلال وفي قلبه مثقال ذرة حقد على أخيه المسلم. മുസ്ലിമായ മനുഷ്യനോട്, മുസ്ലിമായ ഒരു സഹോദരനോട്, മുസ്ലിമായ ഒരു സഹോദരി, മുസ്ലിമത്തായ ഒരു സഹോദരിയോട് മനസ്സിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദേഷ്യമോ അസൂയയോ ഒരു തരത്തിലുള്ള വൈരാഗ്യമോ വെച്ച് പുലർത്തി റമദാൻ വരുന്നത് പേടിയായിരുന്നു. പഠിച്ചോനെ, റമദാന്റെ മാസക്കല കാണുമ്പോ എന്റെ ഖൽബിന്റെ ഉള്ളിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടല്ലോ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാ റമദാനിലേക്ക് പോകുന്നത്, എന്റെ ഖൽബ് ശുദ്ധമായില്ലല്ലോ എന്ന്
മുൻഗാമികൾ പേടിക്കുമായിരുന്നുവെന്ന് മഹാനായ ഖുർആൻ എഴുതി വെക്കാൻ നബിതങ്ങളുടെ സ്ക്രൈബ്സ് ഓഫ് ഖുർആൻ എഴുതി വെച്ചിരുന്ന സ്വഹാബിമാരിൽ ഒരാളും പ്രഗത്ഭരുമായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവരൊരുങ്ങിയത് അങ്ങനെയാണ്. അവരൊരുങ്ങിയത് നമ്മുടെ പലഹാരങ്ങളും അപ്പവും ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. റമദാൻ വരുമ്പോഴേക്കും എന്റെ ഖൽബ് ശുദ്ധിയാകണമല്ലോ, റമദാൻ വരുമ്പോഴേക്കും എന്റെ ഹൃദയം വൃത്തിയാക്കണമല്ലോ പടച്ചവനെ, അതുകൊണ്ട് ഞാൻ എന്റെ ഖൽബുകൾ വൃത്തിയാക്കുകയാണ്. തീർച്ചയായും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നബി തങ്ങൾ പറഞ്ഞു, അൻ യുർഫഅ അമലി വഅന സായിമുൻ, ഞാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനാവാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ രണ്ടുപേരുടേത് ഉയർത്തപ്പെടുകയില്ല. പരസ്പരം പിണങ്ങിക്കഴിയുന്ന രണ്ടാളുകൾ, മിണ്ടാത്തവർ, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഒരു പൈസയുടെ ഇടപാടുകൾക്ക് വേണ്ടി, മറ്റേതെങ്കിലും കശപിശക്ക് വേണ്ടി ജീവിതകാലം മിണ്ടാതെ നടക്കുന്ന ആളുകൾ, അവരുടെ അമലുകൾ അള്ളാഹുവിന് വേണ്ട. ഹത്താ യതസാലഹ, അവർ രണ്ടുപേരും പിണക്കങ്ങളൊക്കെ മാറ്റി നന്നായി മിണ്ടുന്നത് വരെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ട, അത് ഭൂമിയിൽ തന്നെ കിടന്നോട്ടെ, അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റമദാൻ വരെയാണ് തെറ്റ് പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യാ, പെട്ടെന്ന് തന്നെ ആ പിണക്കങ്ങളൊക്കെ നന്നാവും. അതിനുള്ള അവസരമാണ്. വഴിയെ കുറച്ചുകൂടെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിണക്കങ്ങളൊക്കെ മാറ്റിക്കൊള്ളും. മുമ്പൊക്കെ ഒരാളെ ചെന്ന് കാണുന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഒരു കോളോ ഒരു മെസ്സേജോ ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും കൊടുത്ത് ഒരു അപ്പോളജി, ഒരു ക്ഷമാപണം അവിടെ തുടങ്ങാം. പിന്നെ ബാക്കി ചെന്ന് കാണുക പറയാ ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു തുടക്കം വേണ്ടേ, ഒന്ന് ചെന്ന് കാണുക, എങ്ങനെ മുഖം കാണിക്കാൻ. മുമ്പൊക്കെ അങ്ങനെയൊക്കെ മടിയുണ്ടാവും. അതൊന്നും വേണ്ടല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യാ, ഇന്ന് നന്നാവുക. അല്ലാഹു തആല നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ.